ജെയിംസ് സാറിന്റെ സമയമാണ്. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഹാഷ്മി മാത്രമല്ല, സ്മിത. ഗുഡ് മോർണിംഗ് സ്മിത. ഹലോ. സ്മിതയും കൂടെ ഉണ്ട്. സ്മിതയുണ്ട്. ഓക്കെ ഞാൻ ദൂരെ ആയതുകൊണ്ട് സ്മിതയ്ക്ക് പ്രത്യേകം ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പോൾ ജെയിംസ് സാർ, സഖ്യകക്ഷികളായ ഫ്രാൻസിനും ഓസ്ട്രേലിയയ്ക്കുമെതിരെ ആഞ്ഞടിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഫ്രഞ്ച് പ്രസിഡന്റ് തിരിച്ചടിക്കുന്നുണ്ട്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എന്താണ് ജെയിംസ് സാർ, ഗസയിൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്ന ഈ നരമേധ പണി, കുഞ്ഞുങ്ങളെ അടക്കം ഭക്ഷണം കാക്കാൻ വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അടക്കം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന പണി ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി. ഇപ്പോൾ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൂടി അതിശക്തമായിട്ടുള്ള വിമർശനവും എതിർപ്പും വന്നിരിക്കുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെതിരെ പരസ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. അയാൾ ഭരിക്കാൻ അറിയാത്ത വളരെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു തരത്തിലധികം വഞ്ചകനാണ്, ഇസ്രായേലിനെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ രോഷാകുലനായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. അതിന് ഓസ്ട്രേലിയ അതിശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാരെ കൊലപ്പെടുത്തിയും പാലസ്തീൻകാരെ കൊലപ്പെടുത്തിയല്ല നിങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടത്, ശക്തി കാണിക്കേണ്ടത്, നിങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ പ്രധാനമന്ത്രി രോഷാകുലനായിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോനോടാണ്. യഥാർത്ഥത്തിൽ ഫ്രാൻസ് ജൂത വംശജർക്കെതിരെയുള്ളൊരു വലിയതിന് കൂട്ടുനിൽക്കുകയാണ്, അവിടെ അവർക്ക് രക്ഷയില്ല എന്നുള്ള തരത്തിൽ. അതിന് അതിശക്തമായിട്ട് തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഗസയിൽ നടക്കുന്നത് കൂട്ടക്കൊലയാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല, ഇത് നിർത്തണം. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇവിടുത്തെ ജൂത വംശജർക്കൊക്കെ സംരക്ഷയുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ദുഃഖിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതിൽ നിന്ന് പിൻവാങ്ങണം. ഇത് യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞതിൻ്റെ അമർഷവും ഒരുപക്ഷെ സമ്മർദ്ദം ഇസ്രായേലിൽ നിന്നും വന്നിരിക്കുന്നു. 10 ലക്ഷം പേരാണ് ഇസ്രായേലികൾ ബന്ദികളെ വിടണമെന്നും വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയത് കഴിഞ്ഞ ദിവസം. ഇപ്പോഴത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ പദ്ധതി അത് ഇസ്രായേൽ പകുതി അംഗീകരിച്ചെങ്കിലും കൂടുതൽ അംഗീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് 50 ഇസ്രായേലി ബന്ദികളെ ഒറ്റയടിക്ക് വിട്ടയക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിനോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ഈജിപ്തും ഖത്തറും ഇതിനിടയിൽ മധ്യസ്ഥാശ്രമം വഹിക്കുന്നുണ്ട്, അതൊന്നും വിജയിച്ചിട്ടുമില്ല. കാരണം 50 പേരെ ഒറ്റയടിക്ക് വിട്ടയച്ചാൽ പിന്നെ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം അതീവ രൂക്ഷമാവുമെന്നുള്ള പേടിയുണ്ട്. ഇത് ഇപ്പോൾ ഒരു യുദ്ധം രൂക്ഷമാക്കിയാൽ അവിടെയുള്ള ജീവനോടെയുള്ള 20 ഇസ്രായേലി ബന്ദികൾ വധിക്കപ്പെടും എന്നാണ് ഇസ്രായേലിൽ വലിയ ജനവികാരമുള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയാണ് ഹാഷ്മി. സ്മിത.